നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. പങ്കുവയ്ക്കാനുള്ളത് മഴ മുന്നറിയിപ്പാണ്. വരും മണിക്കൂറുകളിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരുന്ന 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും വന്നിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒരു ജില്ലകളിലും അലേർട്ട് ഇല്ല. പക്ഷേ 9-ാം തീയതി ചില ജില്ലകളിൽ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് 9-ാം തീയതി മഴ മുന്നറിയിപ്പുള്ളത് എന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളാണ് 9-ാം തീയതി മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉത്രാട തലേന്നുമൊക്കെ മലയോരത്തെ ദുരിതത്തിലാക്കി കനത്ത മഴ പെയ്തിരുന്നു. ചൊവ്വാഴ്ച രാത്രി മുതൽ ശക്തമായ മഴ പെയ്തിരുന്നു. മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ, തിരുവോണ ദിവസം രാവിലെയും മഴ വലിയ ദുസ്സഹമായി തന്നെ തുടരുന്ന സാഹചര്യമുണ്ടായി. ജനജീവിതം വലിയ രീതിയിൽ അക്ഷരാർത്ഥത്തിൽ അവർ ഈ മഴയിൽ, കനത്ത മഴ, തുടരെയുള്ള മഴ ജനജീവിതത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ തിരുവോണ ദിവസം പോലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് മഴ കാരണം ഉണ്ടാകുന്നത് സാഹചര്യമുണ്ടായത്. ആറളം വനത്തിൽ ഉരുൾപൊട്ടി, അതേ തുടർന്ന് മലവെള്ളപ്പാച്ചിലുണ്ടായി. മാത്രമല്ല ഇതിൽ പാലപ്പുഴ പാലം മുങ്ങി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. മലയോര ഹൈവേയിൽ അയ്യപ്പൻകാവിൽ മണ്ണിടിച്ചിലുണ്ടായി. കീഴൂർ വികാസ് നഗർ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചീങ്കണ്ണിപ്പുഴയിൽ വെള്ളം ഉയർന്നു. പാലപ്പുഴ പാലം കരകവിഞ്ഞൊഴുകി. ഇതോടെ ആറളം ഫാമിലേക്ക് മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. കാക്കയങ്ങാട്, പാലപ്പുഴ, ആറളം ഫാം, കീഴ്പള്ളി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ടുകൾ തന്നെ, ഗതാഗത തടസ്സം തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഈ ഒരു ഇത്തരത്തിൽ മഴ ഉള്ള സമയത്തൊക്കെ ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. കീഴൂർ വികാസ് നഗർ റോഡിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വൈദ്യുതി തൂണുകൾ തകർന്നു. പ്രദേശത്തെ ഫാത്തിമ മൻസിലിൽ അസ്മയുടെ വീട് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. വീടിന്റെ പിൻവശത്തുള്ള കുന്ന് വീണ്ടും ഇടിഞ്ഞു. ഇതോടെ കുടുംബം ഭീതിയിലായി. 2018-ലുണ്ടായ മണ്ണിടിച്ചിൽ വീടിന്റെ അടുക്കള ഭാഗം വരെ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിൽ വീടിനോട് ചേർന്നുള്ള കിണറിന്റെ ആൾമറ പൊക്കത്തിൽ മണ്ണും കല്ലും നിറയുന്ന സാഹചര്യമുണ്ടായി. കിണർ തകർച്ച ഭീഷണിയിൽ നേരിടുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുന്നു. കല്ലും മണ്ണും ഒഴുകിയെത്തി പ്രദേശത്ത് റോഡ് ചെളിക്കുളമാകുന്ന സാഹചര്യമുണ്ടായി. എടൂർ മണത്തണ മലയോര ഹൈവേയുടെ ഭാഗമായ ആറളം പാലത്തിനും പാലപ്പുഴയ്ക്കുമിടയിൽ അയ്യപ്പൻകാവിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യമുണ്ടായി. റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്ന ഇവിടെ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ആയിരുന്നത്. നമുക്കറിയാവുന്ന പോലെ ഉത്രാടപ്പാച്ചിൽ, മലയാളികൾക്കൊരു ഉത്രാടപ്പാച്ചിലുണ്ട് തിരുവോണത്തിന് തലേ ദിവസം. പക്ഷേ മഴ, മലയോര മേഖലയിലൊക്കെ ഉണ്ടായ മഴ ആ ഒരു ഉത്രാടപ്പാച്ചിലിനെ സാരമായി തന്നെ ബാധിച്ചു. വിപണിയെയും തളർത്തി. ഉത്രാടത്തലേന്ന് നഗരത്തിലുണ്ടാകേണ്ട വലിയ തിരക്ക് മഴ കാരണം ഇല്ലാതായി. പൂക്കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും പ്രതിസന്ധിയിലായി. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ പൂക്കൾ ഇറക്കി ഓണം വിപണി പൊടിപൊടിക്കാൻ നടത്തിയ ശ്രമത്തെ തകർത്ത് തരിപ്പണമാക്കി മഴ. അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് അവർക്ക് ഏറ്റിരിക്കുന്നത്. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണി ഉണ്ടായി. വ്യാപാര മേഖലയിൽ പ്രതീക്ഷിച്ചതിന് പകുതി പോലും കച്ചവടം കിട്ടിയില്ല എന്നതടക്കമുള്ള ഒരു പരാതി, ഒരു പരിഭവം വ്യാപാരികളും ഉന്നയിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം മലയോര മേഖലയിൽ കനത്ത മഴ പെയ്തു. വലിയ രീതിയിലുള്ള വൻ നാശമാണ് ഉണ്ടായത്. മലയോര ഹൈവേയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകുന്നു. ബാവലിപ്പുഴ, ചീങ്കണ്ണിപ്പുഴ, കാഞ്ഞിരപ്പുഴ എന്നിവയിൽ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുണ്ടാകുന്നു. മാത്രമല്ല മണത്തണ, കൊട്ടിയൂർ, അമ്പായത്തോട് മലയോര ഹൈവേയുടെ വശങ്ങളിൽ കാനകളില്ല. അതുകൊണ്ട് തന്നെ വശങ്ങളിലെ തോടുകളിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളം റോഡിലൂടെ ഒഴുകി ഇത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാക്കി. ചുങ്കക്കുന്ന് മൃഗാശുപത്രിയിൽ വെള്ളം കയറി. കണിച്ചാർ ടൗണിലെ തോടും കരകവിഞ്ഞൊഴുകി. കുണ്ടേരി റോഡിലെ പാലത്തിനു മുകളിൽ വെള്ളം കയറി ഒഴുകി. കൊട്ടിയൂർ പഞ്ചായത്തിലെ അമ്പലക്കുന്നിലെ നെല്ലിരുക്കും കാലായിൽ സിനിലിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കേളകം പഞ്ചായത്തിലെ പൊയ്യമലയിൽ ചരുവിളത്തം വീട്ടിൽ ജോസുകുട്ടിയുടെ കിണർ ഇടിഞ്ഞു താഴ്ന്നു.
റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു, ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ വർഷം 25 ലക്ഷം രൂപ ചെലവിൽ റോഡ് നവീകരിച്ചതാണ്. കണിച്ചാർ പഞ്ചായത്തിലെ ചെങ്ങോം തോണ്ടിയിൽ ഇതുപോലെ ഇത്തരത്തിൽ ഈ റോഡിലുള്ള കിഴക്കേ മാവടയിലുള്ള വാക്കയിൽ ഒരു വ്യക്തിയുടെ വീടും മതിലും സംരക്ഷണ ഭിത്തിയും തകർന്നു തരിപ്പണമായി. രാത്രി മുഴുവൻ കനത്ത മഴ തുടർന്നു. ഇതോടെ മലയോര മേഖല അപായ ഭീഷണിയിലായിരുന്നു. എന്തായാലും രാവിലെയോടെ മഴ കുറഞ്ഞതാണ് ഏറെ ആശ്വാസം. അതേസമയം നമ്മൾ ഉത്തരേന്ത്യ നോക്കുകയാണെങ്കിൽ അവിടെയും മഴ സാഹചര്യമാണ്. അപകട സൂചികയ്ക്ക് മുകളിലായിരുന്നു യമുന നദി ഒഴുകിയത്. നദിയോട് ചേർന്ന് കിടന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഹരിയാനയിൽ അണക്കെട്ടുകളിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായി. ഡൽഹി നഗരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പഞ്ചാബിൽ 3 നദികൾ കരകവിഞ്ഞൊഴുകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യമായിരുന്നു. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായിരുന്നു. യമുന നദി ഒഴുകി. ഡൽഹിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. ഗാസിയാബാദിലും നോയിഡയിലും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ആകെ മൊത്തം ഒരു ഉത്തരേന്ത്യയിൽ നോക്കിയാലും വടക്കേന്ത്യയിൽ നോക്കിയാലും പലയിടത്തും മഴ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, ജനജീവിതം ദുസ്സഹമാക്കുന്ന, താറുമാറാക്കുന്ന തരത്തിലായിരുന്നു. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ ദിവസം വരെ തടസ്സമില്ലായിരുന്നു. പുതിയ മുന്നറിയിപ്പുകൾ വന്നിട്ടില്ല. ഇന്ന് മുതൽ 9-ാം തീയതി വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 6-ാം തീയതി ഗുജറാത്ത് തീരം, വടക്കൻ മഹാരാഷ്ട്ര തീരം, വടക്ക് കിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല 7-ാം തീയതി ഗുജറാത്ത് തീരം, മഹാരാഷ്ട്ര തീരം, വടക്ക് മധ്യ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ്, മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 7-8 തീയതികളിൽ ഗുജറാത്ത് തീരം, വടക്കൻ മഹാരാഷ്ട്ര തീരം, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.